ഹായ് ഓൾ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ദുരന്ത ഭൂമിയിലെത്തി ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചു. അവരെയെല്ലാം ആശ്വസിപ്പിച്ചു. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൻ്റെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. വിഷയത്തിലേക്ക് വരുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചെയ്യാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ രേഖപ്പെടുത്താനും വിഷയങ്ങൾ ഇഷ്ടമാകുമ്പോൾ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ചാർട്ട് ചെയ്ത സമയത്തിന് മുൻപ് തന്നെ എത്തുകയും കൂടുതൽ സമയം ദുരന്തഭൂമിയിൽ ചിലവഴിക്കുകയും ദുരന്തബാധിതരെ ആശ്വസിപ്പിക്കുക, ദുരിതബാധിത പ്രദേശങ്ങൾ ആശുപത്രിയും സന്ദർശിക്കുകയും അതിനുശേഷം അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയും വാർത്താ മാധ്യമങ്ങളിലൂടെ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുമായും വിഷയത്തിൻ്റെ ഗൗരവം പങ്കുവെക്കുകയും ചെയ്തു. 1979 മച്ചു ഡാം ദുരന്തത്തെക്കുറിച്ചും ആയിരങ്ങൾ മരിച്ച സംഭവം പ്രധാനമന്ത്രി അന്ന് ആ ദുരന്തഭൂമിയിൽ നേരിട്ട് രക്ഷാപ്രവർത്തനം നടത്തിയ കാര്യവും അദ്ദേഹം ഓർത്തെടുത്തത് ശ്രദ്ധേയമായി. അതുകൊണ്ട് തന്നെ ദുരന്തഭൂമിയിലെ പ്രയാസങ്ങൾ അദ്ദേഹത്തിന് വേഗത്തിൽ മനസ്സിലാക്കാനും കഴിഞ്ഞു. ഹെലികോപ്റ്ററിൽ ചൂരൽമല, മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം മേഖലകളിൽ ആകാശ നിരീക്ഷണം നടത്തിയ പ്രധാനമന്ത്രി നൂറുകണക്കിന് ആളുകളുടെ സ്വപ്നം തകർത്ത പ്രകൃതി ദുരന്തമെന്നാണ് ഉരുൾപൊട്ടലിനെ പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത്. പ്രധാനമന്ത്രിയുടെ വയനാട് സന്ദർശനം വലിയ ആശ്വാസമാണ് ആ ജനതയ്ക്ക് നൽകുന്നത് എന്നതിൽ സംശയമില്ല. സമാനതകളില്ലാത്ത ഈ പ്രകൃതി ദുരന്തത്തിന് വയനാടിനെ പുനർനിർമ്മിക്കാൻ പണം ഒരു തടസ്സമല്ല എന്ന പ്രധാനമന്ത്രിയുടെ വാഗ്ദാനം കേരള ജനതയെ ആശ്വസിപ്പിച്ചിരിക്കുകയാണ്. തീർച്ചയായും അങ്ങേക്ക് ഒരുപാട് നന്ദി കേരള ജനത മൊത്തം എല്ലാവരും രേഖപ്പെടുത്തുകയാണ്. ശ്രീ നരേന്ദ്രമോദിജി. അദ്ദേഹത്തോടൊപ്പം ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി, ചീഫ് സെക്രട്ടറി, മറ്റു മന്ത്രിമാർ, ഉയർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ അനുഗമിച്ചു. തീർച്ചയായും ഈ സന്ദർശനത്തിന്റെ ഫലം ദുരന്ത മേഖലയിലെത്തുവാൻ വിശദമായ പ്രൊജക്ട് റിപ്പോർട്ടും ദുരന്തത്തിന്റെ വ്യക്തമായ കണക്കുകളും വളരെ വിശദമായി തന്നെ അത് കേന്ദ്രത്തിന് സമർപ്പിക്കുകയും കിട്ടാവുന്ന മുഴുവൻ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ കേരളത്തിൽ നിന്നുള്ള മുഴുവൻ കേന്ദ്രമന്ത്രിമാരും MP-മാരും സംസ്ഥാന സർക്കാരും അവരുടെ പരമാവധി കഴിവുകൾ ഉപയോഗിച്ച് പരമാവധി ആനുകൂല്യങ്ങൾ നേടിയെടുത്ത് വയനാടിനെ നമുക്ക് പുനർനിർമ്മിക്കാം. ഉയർന്ന ഉദ്യോഗസ്ഥരുടെ കൂട്ടായ പരിശ്രമത്തിലൂടെ നമുക്കിത് സാധ്യമാക്കിയെടുക്കാം. ആ ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കുക തന്നെ ചെയ്യും. അതിനുവേണ്ടി കൂട്ടായി മറ്റുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് നമുക്ക് കേരള ജനതയ്ക്ക് ഒന്നിച്ചു മുന്നേറാം. നിർത്തുന്നു.